ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അത്ഭുതകരമായ ഒരു ഇസ്മിനെ കുറിച്ചും ആ ഇസ്മു നമ്മളെ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് നൽകുന്ന അത്ഭുതകരമായ നേട്ടങ്ങളെ കുറിച്ചുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ ദിക്ർ ദുആ മജ്ലിസ് ഉണ്ടാകും. അതിലെല്ലാവരും പ്രത്യേകം പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. ജീവിതത്തിൽ വലിയ വിജയം നൽകി അല്ലാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ നമ്മളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ. എല്ലാവർക്കും സമാധാനം നൽകണേ അല്ലാഹ്. എല്ലാവരുടെ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അത്ഭുതകരമായ ഒരു ഇസ്മിനെ കുറിച്ചും ആ ഇസ്മു നമ്മളെ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ അല്ലാഹു നമ്മൾക്ക് നൽകുന്ന അത്ഭുതകരമായ നേട്ടങ്ങളെ കുറിച്ചുമാണ്. നമുക്കറിയാം, അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഇസ്മുകളാണ്. കാരണം അത് പടച്ച തമ്പുരാന്റെ പേരുകളാണ്, ഇസ്മുകളാണ്. അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ എന്താണ് നമ്മളെ പഠിപ്പിച്ചത്? ഇസ്മുല്ലാഹിൽ അഅ്ലം ഇദാ ദഅ ബിഹി അജാബ. അല്ലാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ട് ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അജാബ, അവന്റെ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം നൽകും. അതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹ് തന്നെ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്യൂ. നിങ്ങൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്താൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഞാൻ നിറവേറ്റി തരുമെന്ന്. പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇസ്മു ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് നൽകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം ആ ഫലങ്ങൾ നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ നേട്ടം, സാദല്ലാഹു ബസ്തതം ഫിൽ റിസ്ഖി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഭക്ഷണത്തിൽ വിശാലത നൽകും. ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകും. ദാരിദ്ര്യത്തിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കുകയാണ്. ഒരിക്കലും പട്ടിണി ഉണ്ടാവുകയില്ല. ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ട അവസ്ഥ വരൂല. ഉസ്താദേ, ഭക്ഷണം ഉണ്ടാക്കാൻ ഒന്നുമില്ല, മക്കൾക്ക് ഡ്രസ്സ് വാങ്ങാൻ ക്യാഷില്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുകയില്ല. അതുപോലെ രണ്ടാമത്തെ ഗുണം, ഫതഅല്ലാഹു ലഹു ബാബം മിനൽ ഗിന. ഐശ്വര്യത്തിന്റെ കവാടങ്ങൾ അല്ലാഹു നമ്മൾക്ക് തുറന്നു തരും. അഥവാ സമ്പത്തിന്റെ കവാടങ്ങൾ അല്ലാഹു നമ്മൾക്ക് തുറന്നു തരുകയാണ്. സമ്പത്തിന്റെ കവാടം എന്ന് പറയുമ്പോൾ സമ്പത്ത് രണ്ട് രൂപത്തിലാണല്ലോ. ഒന്ന് ഹലാലായ സമ്പത്തും മറ്റൊന്ന് ഹറാമായ സമ്പത്തും. ഇവിടെ അല്ലാഹു ഈ ഇസ്മു നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് തുറന്നു തരുന്നത് ഹലാലായ സമ്പത്തിന്റെ കവാടങ്ങളാണ്. ഏതാണ് ഈ ഹറാമായ സമ്പത്ത്? ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഒരു പാവപ്പെട്ട ആട് മേക്കുന്ന ആളുണ്ടായിരുന്നു. പാവപ്പെട്ട ആട് മേക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ജീവിക്കാൻ ഒരു വകയില്ല. ആടിനെ മേച്ചിട്ട് വേണം അദ്ദേഹത്തിന് ജീവിക്കണമെങ്കിൽ. ആടിനെ വിറ്റുകൊണ്ട്, ആടിന്റെ പാല് വിറ്റുകൊണ്ടായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. ഒരിക്കൽ അദ്ദേഹം മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, എനിക്ക് സമ്പത്ത് ഉണ്ടാകാൻ അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം. എനിക്ക് സമ്പത്ത് ഉണ്ടാവാൻ അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന് സമ്പത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അങ്ങനെ മൂസാ നബി അദ്ദേഹത്തിന് ദുആ ചെയ്തുകൊണ്ട് മൂസാ നബി അദ്ദേഹത്തിന് പറഞ്ഞയച്ചു. പിന്നെ സുബ്ഹാനല്ലാഹ്, ഈ മനുഷ്യനെ പള്ളിയിൽ കാണാനില്ല. ഈ മനുഷ്യൻ എല്ലാ സമയത്തും പള്ളിയിൽ ഉണ്ടായിരുന്നു. ഒഴിവുള്ള സമയത്തൊക്കെ പള്ളിയിൽ വന്ന് ദുആ ചെയ്യുകയും ദിക്ർ ചൊല്ലുകയും തൗറാത്ത് പാരായണം ചെയ്യുന്ന മനുഷ്യനായിരുന്നു. ഇപ്പൊ ഇയാളെ പള്ളിയിൽ കാണാനില്ല. മൂസാ നബി അലൈഹിസ്സലാം ഇദ്ദേഹത്തിന്റെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ മൂസാ നബിക്ക് അലൈഹിസ്സലാമിന് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന് സമ്പത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് മൂസാ നബി ദുആ ചെയ്തല്ലോ. ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. ഒരു മലൻ ചെരുവ് മുഴുവനും അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആടുകളെ കൊടുത്തു. ആടുകൾ ഇങ്ങനെ പ്രസവിച്ചു
പ്രസവിക്കന്നെ. അങ്ങനെ ഒരുപാട് ആടുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെന്നു. അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആടുകളെ തന്നിട്ടുണ്ട്, അതുകൊണ്ട് ആടിൽ നിന്ന് സക്കാത്ത് കൊടുക്കണം. മൂസാ നബി ആടിൽ നിന്ന് സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ഈ മനുഷ്യന് മൂസാ നബിനോട് വലിയ ദേഷ്യമായി. ഈ മനുഷ്യന് മൂസാ നബി അലൈഹി സ്വലാമിനോട് വലിയ ദേഷ്യമായി. മൂസാ നബി അലൈഹി സ്വലാം തുറന്നിട്ടാണ് ഇയാൾ മുതലാളിയേക്ക് കേട്ടോ. എന്നിട്ട് മൂസാ നബി പറഞ്ഞത് ഇയാൾ കേൾക്കുന്നില്ല. ഇത് മൂസാ നബിയുടെ അഭിപ്രായമല്ല, അള്ളാന്റെ അഭിപ്രായമാണ് സക്കാത്ത് കൊടുക്കണമെന്നുള്ളത്. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ സക്കാത്ത് കൊടുക്കൂല. സക്കാത്ത് കൊടുക്കൂല എന്ന് മാത്രമല്ല, മൂസാ നബി അലൈഹി സ്വലാമിനെ ഒരു വ്യഭിചാരിയായി ചിത്രീകരിക്കുകയാണ്. ഇതങ്ങ് കണ്ടപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ സമ്പത്തിനെയും ഭൂമിയിലേക്ക് അങ്ങ് ഇറക്കിപ്പോയി. ഭൂമി ഇങ്ങനെ വിഴുങ്ങിന, അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ സമ്പത്തിനെയും ഭൂമി വിഴുങ്ങി എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഇതാണ് ഹറാമായ സമ്പത്ത് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ സമ്പത്ത് നമ്മൾക്ക് ഒരുപാട് കിട്ടിയിട്ട് കാര്യമല്ല, നമ്മൾക്ക് കിട്ടുമ്പോൾ ഹലാലായ സമ്പത്ത് കിട്ടണം. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ഇസ്മു നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലായ സമ്പത്ത് നമ്മൾക്ക് നൽകുകയാണ്. മാത്രമല്ല, സാദല്ലാഹു ബസ്തത്തും ഫിൽ ഇൽമ്, ഇൽമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധനവ് നൽകും. നല്ല അറിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അതുകൊണ്ട് മക്കളോടൊക്കെ പ്രത്യേകം ഈ ഇസ്മു ചൊല്ലാൻ പറയണം. SSLC പരീക്ഷ വരികയാണ്, അതുപോലെ തന്നെ മറ്റുള്ള പരീക്ഷകളൊക്കെ വരികയാണ്. ആ സമയത്ത് നമ്മൾ ഈ പറയാൻ പോകുന്ന ഇസ്മു പതിവാക്കാൻ പറയണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അപ്പൊ നല്ല അറിവുണ്ടാകും, നല്ല ഖുർആൻ പഠിക്കാനുള്ള കഴിവുണ്ടാകും, അതുപോലെ തന്നെ നല്ല മാർക്ക് വാങ്ങാനുള്ള കഴിവുണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, അവനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദാരിദ്ര്യത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടും. ദാരിദ്ര്യം പിന്നെ നമ്മളെ ജീവിതത്തിലേക്ക് വരൂല, പട്ടിണി നമ്മളെ ജീവിതത്തിലേക്ക് വരൂല. ആ കവാടം, നമ്മളിലേക്ക് ദാരിദ്ര്യം വരുന്ന കവാടം അല്ലാഹു സുബ്ഹാനഹു വ തആല അടച്ചങ്ങട് വെക്കുന്ന മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ബാറക ലഹു വഫി അഹ്ലിഹി വ മാലിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ബർക്കത്ത് നൽകും, നമ്മളെ സമ്പത്തിൽ ബർക്കത്ത് നൽകും, നമ്മളെ വീട്ടിൽ ബർക്കത്ത് നൽകും, നമ്മളുടെ മക്കളിൽ ബർക്കത്ത് നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു ഇസ്മാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഇസ്മു ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല, ആദ്യം അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കി. ഇത്ര വലിയ ഇസ്മാണ് നമ്മളെ മനസ്സിൽ ഇങ്ങനെ കരുതണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ വവസ്സലഹു ഫീ ഖബ്രിഹി, ഖബർ വിശാലമാക്കി തരും. സുബ്ഹാനല്ലാഹ്, ഖബറിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോയി വെച്ചാൽ ഖബർ ഒന്ന് കെട്ടിപ്പിടിക്കുമെന്നുള്ളതാ. ഖബർ ഇങ്ങനെ നമ്മൾ അടുത്തേക്ക് ഇങ്ങനെ വരും, നമ്മളെ കെട്ടിപ്പിടിക്കാൻ. അത് വല്ലാത്ത വേദനയായിരിക്കുമെന്ന് മഹാനായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, ഈ ഇസ്മു പതിവാക്കി കഴിഞ്ഞാൽ, ഈ ഇസ്മു ജീവിതത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഖബർ വിശാലമാകുകയാണ്. ഖബർ വിശാലമായി കഴിഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ഏതാണ് ആ ഇസ്മു? ശരിക്ക് ശ്രദ്ധിച്ചോ. യാ ബാസിത്തു യാ അല്ലാഹ് എന്ന് പറഞ്ഞാണീ. യാ ബാസിത്തു യാ അല്ലാഹ്, യാ ബാസിത്തു യാ അല്ലാഹ്. മുമ്പൊരു മജ്ലിസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ യാ ബാസിത്തു യാ അല്ലാഹ് എന്നുള്ളത് വീട്ടിൽ എഴുതി വെക്കാൻ. വീട്ടിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകൂല, ആ വീട്ടിൽ സാമ്പത്തികമായ അഭിവൃദ്ധി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് മഹാന്മാര്, ഇമാം ഗസ്സാലിയെ പോലത്തെ മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഇസ്മ? യാ ബാസിത്തു യാ അല്ലാഹ്, യാ ബാസിത്തു യാ അല്ലാഹ്. എന്റെ കൂടെ പറഞ്ഞാണീ. യാ ബാസിത്തു യാ അല്ലാഹ്, യാ ബാസിത്തു യാ അല്ലാഹ്. എത്ര പ്രാവശ്യം പറയണം? ഒരു ദിവസം 21 പ്രാവശ്യമാണ്. സിമ്പിൾ അല്ലേ? യാ ബാസിത്തു യാ അല്ലാഹ്, 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 യാ ബാസിത്തു യാ അല്ലാഹ്. ഇങ്ങനെ 21 പ്രാവശ്യം പറയണം. ഏത് സമയത്താ പറയേണ്ടതെന്നാ മറ്റൊരു സംശയം. നിങ്ങളൊരു നല്ല സമയം സെലക്ട് ചെയ്യുക. ലുഹന്റെ സമയമാണെങ്കിൽ അത് വല്ലാത്ത സമയമാണ്. അതുപോലെ തന്നെ ഇശാ മഗ്രിബിന്റെ ഇടയിൽ ചെല്ലാം, സുബഹി നിസ്കാരത്തിന്റെ മുമ്പ് ചെല്ലാം, താജ് നിസ്കാരം കഴിഞ്ഞിട്ട്, അതല്ലെങ്കിൽ സുബഹി നിസ്കാരത്തിന്റെ ശേഷം ചെല്ലാം. ഇങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു നല്ല സമയം തിരഞ്ഞെടുത്തുകൊണ്ട് ഈ ഇസ്മു നമ്മളെ ജീവിതത്തിൽ പകർത്തുക. പരീക്ഷ എഴുതുന്ന മക്കളോടൊക്കെ ചെല്ലാൻ പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മക്കൾക്ക് ഉന്നത വിജയം നൽകട്ടെ. നമ്മളുടെ മക്കളുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. എൻ്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ പരിശുദ്ധമായ റമളാൻ കഴിയുമ്പോഴേ
ആകുമ്പോഴേക്ക് നമ്മളെല്ലാവരും അസ്മാഉൽ ഹുസ്ന മുഴുവനും കാണാതെ പഠിക്കണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എൻ്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ മക്കളെയോ പേരക്കുട്ടികളെയോ ഒക്കെ ദർസ് പഠിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്കും താല്പര്യം വേണം, കുട്ടികൾക്കും താല്പര്യം വേണം. അല്ലാതെ ചിലവൊക്കെ കഴിഞ്ഞു പോകും, സ്കൂൾ ചിലവൊക്കെ കഴിഞ്ഞു പോകും, ഡ്രസ്സൊക്കെ കിട്ടും, ആ രൂപത്തിൽ ആരും അങ്ങനെ ചിന്തിച്ചിട്ട് ആരും ദർസിലേക്ക് പറഞ്ഞേക്കണ്ട. മക്കൾ ഉഹ്റവിയായ പണ്ഡിതനാകണം, ഒരു നല്ലൊരു പ്രഭാഷകനാകണം, നല്ല ഒരു സാലിഹായ കുട്ടിയാകണം. അങ്ങനെ ആർക്കെങ്കിലും ചിന്ത ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം. എൻ്റെ നമ്പറുമായി കോൺടാക്ട് ചെയ്യണം. ഞാൻ പഠിച്ച ദർസുണ്ട്, അഥവാ എൻ്റെ ദർസ്, അഥവാ എൻ്റെ ഉപ്പാൻ്റെ ദർസാണ്. എൻ്റെ ഉപ്പ തന്നെയാണ് എൻ്റെ ഉസ്താദ്, എൻ്റെ ഉപ്പ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാനും അതിൻ്റെ ചുറ്റുഭാഗത്തൊക്കെ ഉണ്ടാകും. അപ്പം അങ്ങനെ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായി കോൺടാക്ട് ചെയ്യണം. ദർസ് സ്ഥിതി ചെയ്യുന്നത് പെരിന്തൽമണ്ണ മേലാറ്റൂർ പാണ്ടിക്കാട് ഭാഗത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മക്കളൊക്കെ സാലിഹ്യങ്ങളാക്കി തരട്ടെ. നമ്മളെ മക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. എല്ലാ മുറാദുകളും ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ മജ്ലിസ് അവസാനിപ്പിക്കുകയാണ്. നാളെ രാവിലെ 6 മണിക്ക് നമ്മളെ മജ്ലിസ് ഉണ്ടാകും. അതിൽ വിശാലമായി പ്രാർത്ഥിക്കും, വിശാലമായ ദിക്റുകളും സലാത്തുകളും ഉണ്ടാകും. അതിലെല്ലാ ആളുകളും പങ്കെടുക്കുക. ആ സമയത്ത് പങ്കെടുക്കാൻ കഴിയാത്ത ആളുകളുണ്ട്, നിങ്ങളെ തിരക്ക് കഴിഞ്ഞിട്ട്, നിങ്ങൾ കാണുന്ന മറ്റുള്ള മജ്ലിസുകളൊക്കെ കഴിഞ്ഞിട്ട്, നിങ്ങളെ കുട്ടികളെ സ്കൂളിലേക്കും മദ്രസകളിലേക്കോ പറഞ്ഞതിന് ശേഷം നിങ്ങളെ എല്ലാ വീട്ടിലെ ജോലികളും കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളെ മജ്ലിസ് കാണുകയും ആ ദിക്റും സലാത്തും ചൊല്ലണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.